പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് മഹാലക്ഷ്മിയുടെ മാറ്റം. അതെ കൂട്ടുകാരെ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ നമ്മുടെ മഹാലക്ഷ്മിയുടെ മാറ്റം? ഇനി ഒരു പുതിയ മഹാലക്ഷ്മിയാണ് നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ നിങ്ങൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അതെ പ്രേക്ഷകരെ, നമ്മുടെ മഹാലക്ഷ്മിയിൽ ഒരു വമ്പൻ മാറ്റം തന്നെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. നമ്മളെല്ലാം കണ്ടു കാണുന്ന ഒരു വമ്പൻ ട്വിസ്റ്റ് തന്നെയാണ് നമ്മുടെ മഹാലക്ഷ്മിയിൽ സംഭവിച്ചത്, അല്ലെ? നമ്മുടെ കണ്ണൻ യാത്ര ചെയ്തിരുന്ന ഒരു വാഹനത്തില് എന്താ പറയാ, ആ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിക്കുകയും ലാസ്റ്റ് നമ്മുടെ മേഘനാഥൻ അതിലോട്ട് വന്ന് ഇടപെടുകയും ലാസ്റ്റ് മേഘനാഥനായിരിക്കും ആ ഒരു അപകടം സംഭവിക്കുകയും ചെയ്യുന്നത്, അല്ലേ കൂട്ടുകാരെ? അന്നത്തെ എപ്പിസോഡിൽ നമുക്കത് കാണുവാനും സാധിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മേഘനാഥൻ ആ ഒരു ജീവൻ മരണ പോരാട്ടത്തിൽ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന രംഗങ്ങള്. അപ്പൊ നമ്മുടെ വാമദേവൻ അവിടെ ഹോസ്പിറ്റലിൽ വന്ന് അന്വേഷിക്കുമ്പോൾ നമ്മുടെ മേഘനാഥന് അവിടെ അപകടം പറ്റി കിടപ്പുന്നുണ്ടെന്നുള്ള ഒരു വാർത്ത തന്നെയായിരിക്കും നമ്മുടെ വാമദേവനും അറിയാൻ സാധിക്കുന്നത് കേട്ടോ. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ പിന്നീട് നമ്മുടെ മഹാലക്ഷ്മി അറിയാൻ പോകുന്നതേ ഉള്ളൂ, അല്ലെ? നമ്മുടെ മേഘനാഥനെ നമ്മുടെ മഹാലക്ഷ്മി തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇതാണ് മാമന്റെ മകൻ എന്നുള്ളത്. അപ്പോൾ ഒരു മഹാലക്ഷ്മിയുടെ ഒരു പൊട്ടിത്തെറി ഉറപ്പായിട്ടും അവിടെ സംഭവിക്കും, അല്ലെ? അപ്പുറത്ത് നമ്മുടെ വാമദേവന്റെ വായിൽ നിന്നും തന്നെ നമ്മുടെ മഹാലക്ഷ്മി ഈ ഒരു ചതി, ഇത് കണ്ണന് നേരെയുള്ള ചതിയായിരുന്നു എന്നുള്ളൊരു കാര്യം എങ്ങനെയും നമ്മുടെ മഹാലക്ഷ്മി അറിയുകയും അവസാനം തന്റെ ജീവനായ കണ്ണനെ വകവരുത്താൻ ഒരുങ്ങിയ തന്റെ രണ്ടാനച്ഛനെതിരെയും നമ്മുടെ വാമദേവനെതിരെയും പ്രതികരിക്കാൻ, ഉറച്ച ശബ്ദത്തോടെ പ്രതികരിക്കാനും ആഞ്ഞടിക്കാനും തന്നെയായിരിക്കും നമ്മുടെ മഹാലക്ഷ്മിയുടെ ശ്രമോട്ട്. അപ്പൊ ഒരു പുതിയ മഹാലക്ഷ്മി തന്നെയായിരിക്കും നമുക്കിനി ആ ഒരു എപ്പിസോഡുകളിൽ കാണുവാൻ സാധിക്കുന്ന കേട്ടോ. എല്ലാം കേട്ടും കണ്ടും സഹിക്കുന്ന ഒരു മഹാലക്ഷ്മി ആയിരിക്കില്ല ഇനി. ആ ഉറച്ച തന്റെ ഇടമുള്ള ഒരു ഭാവം മാറി വേഷം മാറിയ ഒരു മഹാലക്ഷ്മി തന്നെ ആവട്ടെ വരാൻ പോകുന്നത്. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.